ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടാക്സിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി എന്നുള്ള ടോപ്പിക്കാണ്. ആസ് പെർ സെക്ഷൻ 16 അനുസരിച്ച് ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് സാലറി. ഇതുവരെ നമ്മൾ ഗ്രോസ് സാലറി കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. ഓക്കെ, ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്തിട്ട്, അതായത് HRAയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, കാറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ടാവും, പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ടാവും. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് ഒരു ഗ്രോസ് സാലറി കണ്ടുപിടിക്കുന്നത് വരെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നെറ്റ് സാലറി കണ്ടുപിടിക്കണം. നെറ്റ് സാലറി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഗ്രോസ് സാലറിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഡിഡക്ഷനായിട്ട് കൊടുക്കണം. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം റിമൈൻസ് എത്ര വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ നെറ്റ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം സാലറി കൊടുക്കും. കുറേ അലവൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ അലവൻസുകളൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മളിതെല്ലാം കൂടി എടുത്ത് ആഡ് ചെയ്തിട്ട്, ചിലപ്പോൾ അതേപോലെ തന്നെ പെർക്യൂസിറ്റുകൾ കുറേ കൊടുത്തു എന്നിരിക്കും, അതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി എന്ന് കിട്ടും. എന്തുവരെ പറഞ്ഞു തന്നിട്ടുണ്ട്? അത് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രോസ് സാലറി കിട്ടുന്ന വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഗ്രോസ് സാലറിക്ക് ശേഷം നമ്മൾ പഠിക്കുന്നതാണ് നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഗ്രോസ് സാലറിയിൽ നിന്ന് നെറ്റ് സാലറിയിലേക്ക് എത്തണമെങ്കിൽ നമുക്കതിൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ അവൈലബിൾ ആക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതായത് ഗ്രോസ് സാലറിയിൽ നിന്ന് കൊടുക്കേണ്ട ഡിഡക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഗ്രോസ് സാലറിയിൽ നിന്ന് അവൈലബിൾ ആക്കുന്നത് 3 ഡിഡക്ഷനുകളാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ഡിഡക്ഷൻസ് ഫോർ പ്രൊഫഷണൽ ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെക്ഷൻ 16 ക്ലോസ് 1 ക്ലോസ് 1A അനുസരിച്ച്. സെക്ഷൻ 16ലാണ് ഡിഡക്ഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിഡക്ഷൻ സെക്ഷൻ 16 പറയുന്നു, ഡിഡക്ഷനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 16 ക്ലോസ് 1 ക്ലോസ് 1A, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് സെക്ഷൻ 16 ക്ലോസ് 2, ഡിഡക്ഷൻസ് ഫോർ പ്രൊഫഷണൽ ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ് 16 ക്ലോസ് 3. അപ്പോൾ 16 ക്ലോസ് 1, 16 ക്ലോസ് 2, 16 ക്ലോസ് 3. 16 ക്ലോസ് 1 അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 16 ക്ലോസ് 2 അനുസരിച്ച് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, 16 ക്ലോസ് 3 അനുസരിച്ച് പ്രൊഫഷണൽ ടാക്സ്. അത്ര ഓർത്താൽ മതി. ഡിഡക്ഷൻസ് ഫ്രം പ്രൊഫഷണൽ ടാക്സ്, ഡിഡക്ഷൻ ഫോർ പ്രൊഫഷണൽ ടാക്സ്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് നമ്മൾ മുനിസിപ്പാലിറ്റിയിലേക്ക് അടയ്ക്കുന്നതാണ് കേട്ടോ. ഓരോ സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സിനെ പറയുന്ന പേരാണ് പ്രൊഫഷണൽ ടാക്സ്. ഈ പ്രൊഫഷണൽ ടാക്സ് നമുക്ക് എന്തായിട്ട് കുറയ്ക്കാം? ഡിഡക്ഷനായിട്ട് കുറയ്ക്കാം. അതിൻ്റെ പുറമെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നേരിട്ട് വേറൊന്നും നോക്കാതെ ഗവൺമെൻറ് നമ്മളോട് ഡിഡക്ഷനായിട്ട് എടുത്തോളാൻ പറയുന്നുണ്ട് ഒരു എമൗണ്ട്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, നമ്മൾ അലവൻസുകൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മളൊരു അലവൻസ് ആയിട്ട് പഠിച്ചതാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. അവിടെ ഫുള്ളി ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. ഫുള്ളി ടാക്സബിൾ അലവൻസിലെ ഒരു അലവൻസ് ആണ് ഏത്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഓർക്കുന്നുണ്ടല്ലോ അലവൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത്? 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു നമ്മൾ. ഫുള്ളി ടാക്സബിൾ അലവൻസ്, ടാക്സബിൾ ഫോർ എ സ്പെസിഫൈഡ് എമൗണ്ട്, ദറ്റ് ഈസ് പാർഷ്യലി ടാക്സബിൾ അലവൻസ്, ഫുള്ളി ടാക്സ് ഫ്രീ അലവൻസ്. 3 ടൈപ്പ് ഓഫ് അലവൻസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്നുള്ള ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഏത്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഓക്കെ, ഫുള്ളി ടാക്സബിൾ അലവൻസുകൾ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഡിയർനെസ് അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, മെഡിക്കൽ അലവൻസ് എന്നുള്ള കുറേ അലവൻസുകളാണ് ഞാൻ ഏതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്? ഫുള്ളി ടാക്സബിൾ അലവൻസിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ഫുള്ളി ടാക്സബിൾ അലവൻസിലെ ഒരെണ്ണമാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫസ്റ്റ് നമ്മൾ അലവൻസ് ആയിട്ട് സാലറിയുടെ കൂടെ ആഡ് ചെയ്യും. ദെൻ അത് ഡിഡക്ഷനായിട്ട് സെക്ഷൻ 16 ക്ലോസ് 2 കൊടുക്കും. പക്ഷേ ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നറിയോ? ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ കൊടുക്കുള്ളൂ. അതല്ലാത്തൊരു എംപ്ലോയീസിനും എന്ത് അലവൻസ് അലവബിൾ അല്ല? ഈ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ 3 ഡിഡക്ഷനാണ് നമ്മളിപ്പോൾ സെക്ഷൻ 16 ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി എന്ന് പറഞ്ഞത്. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, സെക്കൻഡ് വൺ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, തേർഡ് വൺ പ്രൊഫഷണൽ ടാക്സ് 16 ക്ലോസ് 3 അനുസരിച്ച്. അപ്പോൾ ഈ 3 ഡിഡക്ഷൻ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ.
it allowed up to rupees 50,000 of the amount or the amount of salary received whichever is less. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറീഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ഫ്ലാറ്റ് റേറ്റിൽ കൊടുക്കുന്ന ഡിഡക്ഷനാണ്. ഓക്കെ, ഫ്ലാറ്റ് റേറ്റിൽ കൊടുക്കുന്ന ഡിഡക്ഷനാണ്. ഇവിടെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു എമൗണ്ടുകളൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫ്ലാറ്റ് റേറ്റിൽ നമ്മൾ എത്ര കൊടുക്കുന്നു? 50,000 രൂപയോ അതല്ലെങ്കിൽ ആക്ച്വൽ ഗ്രോസ് സാലറിയോ അതിലേതാണോ ചെറുത് അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇയാളുടെ സാലറിയും അതേപോലെ തന്നെ അലവൻസുകളും ഒക്കെ കൂടെ കൂട്ടിയപ്പോൾ ആകെ 45,000 രൂപയെ വന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് 45,000 രൂപയ്ക്ക് പിന്നെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സാലറിയിൽ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര കൊടുക്കുന്നുണ്ട്? 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്താണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് 50,000 കിട്ടും എന്നുള്ളത് കൊണ്ട് ഇയാൾക്ക് പിന്നെ അവിടെ സാലറി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സാലറിയിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒരാൾക്ക് സാലറി എന്നുള്ള ഹെഡിൽ ഗ്രോസ് സാലറി വന്നത് 1.5 ലക്ഷമാണെന്ന് വിചാരിക്കുക. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കൊടുക്കും? 50,000 കൊടുക്കും. ബാക്കി 1 ലക്ഷത്തിൻ്റെ മേലെ അയാൾ എന്ത് കാണേണ്ട ആവശ്യം വരുന്നുള്ളൂ? ടാക്സ് ലയബിലിറ്റി കാണേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് എത്ര കൊടുക്കാം? 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കൊടുക്കാം. ആക്ച്വൽ എമൗണ്ട് ഓഫ് സാലറി 50,000-ൽ കുറവാണെങ്കിൽ 50,000-ഓ ആക്ച്വൽ എമൗണ്ട് ഓഫ് സാലറിയോ അതിലേതാണോ ചെറുത് അത് ഡിഡക്ഷനായിട്ട് കാണിക്കാം. ഇവിടെ സാലറി എന്ന് ഉദ്ദേശിച്ചത് ഗ്രോസ് സാലറി ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് അലൗഡ് അപ് ടു rupees 50,000 ഓർ ദ എമൗണ്ട് ഓഫ് സാലറി റിസീവ്ഡ് വിച്ച് എവർ ഇസ് ലെസ് അലൗഡ് ആസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. That is the first type of deduction from gross salary. Second one is entertainment allowance. This deduction is allowed only to government employee. ഞാൻ പറഞ്ഞു entertainment allowance നമ്മൾ ആദ്യം ഫുള്ളി ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അത് ഇവിടെ ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നത് ആർക്ക് മാത്രമാണ്? ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷനായിട്ട് കിട്ടുക. ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രം. ഓക്കെ, അതുകൊണ്ട് ആ പോയിന്റ് അവിടെ ശരിക്കും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദിസ് ഡിഡക്ഷൻ ഇസ് അലൗഡ് ഓൺലി ടു ഗവൺമെൻറ് എംപ്ലോയി. അപ്പം നമ്മളെടുത്ത് ക്വസ്റ്റ്യനിൽ ഗവൺമെൻറ് എംപ്ലോയി ആണ് ഇയാൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓർക്കണം എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് കാണിക്കാം എന്നുള്ളത്? ഡിഡക്ഷനായിട്ട് കാണിക്കാം എന്നുള്ളത്. ക്വസ്റ്റ്യനിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാലറിയുടെ കൂടെ അലവൻസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യണം. ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഡിഡക്ഷനായിട്ട് കൊടുക്കുമ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷനായിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, അത് ഫുൾ എമൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. താഴെ കുറച്ച് എമൗണ്ട് ഞാൻ പറയുന്നുണ്ട്, അതിൽ ചെറുതാണ് എടുക്കേണ്ടത് കേട്ടോ. ഡിഡക്ഷൻ ഇസ് മെയ്ഡ് ആസ് ഫോളോസ്. താഴെ പറയുന്ന രീതിയിലാണ് നമ്മൾ ഡിഡക്ഷൻ ചെയ്യുക. ₹5,000 പെർ annum, 5,000 വർഷത്തിൽ, അല്ലെങ്കിൽ 20% സാലറിയുടെ 20% ഓഫ് ബേസിക് സാലറി. അവിടെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. സാലറി മാത്രം നോക്കുക, സാലറിയുടെ 20% കാണാം. എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ്. ആക്ച്വലി റിസീവ് ചെയ്ത എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്രയാണോ അത്. ഇതിൽ മൂന്നിൽ ഏതാണോ ചെറുത് അതാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ അതിന് മേലെ തന്നെ നിങ്ങൾ അങ്ങനെ കൊടുക്കണം കേട്ടോ. ഡിഡക്ഷൻ ഇസ് മെയ്ഡ് ആസ് ഫോളോസ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്, ദറ്റ് ഈസ് ₹5,000 പെർ annum, 20% ഓഫ് ബേസിക് സാലറി, എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആക്ച്വലി റിസീവ്ഡ് വിച്ച് എവർ ഇസ് ലെസ്. അതാണ് ആദ്യം ഞാൻ പറഞ്ഞ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുകയാണ് 5,000 രൂപ ഇയാൾക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട് എന്ന് പറയാം, ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സാലറിയുടെ കൂടെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുത്തിട്ട് കാണിക്കണം. സാലറി ഇപ്പോൾ ഇയാൾക്ക് 1 ലക്ഷം പറയുന്നത് എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ 1 ലക്ഷത്തിൻ്റെ കൂടെ നമ്മൾ 5,000 എൻ്റർടൈൻമെൻറ്റ് അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 1,05,000 കാണിക്കും. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഡിഡക്ഷനായിട്ട് കൊടുക്കുമ്പോൾ 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര വന്നു? 1,55,000 ലെസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് 5,000 എടുത്തെഴുതി. ഒരു ലിമിറ്റ്. സാലറിയുടെ 20%. 1 ലക്ഷമാണല്ലോ സാലറി. 1 ലക്ഷം സാലറിയുടെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20,000. അപ്പോൾ ഒരു ലിമിറ്റ് 5,000, ഒരു ലിമിറ്റ് 20,000. ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടിയത് എത്രയാ? അതും 5,000 തന്നെ.
അപ്പം എന്താണ് 3 എമൗണ്ട് എഴുതി. അതിലേറ്റവും ചെറുത് ഏതാ? 5000. അപ്പം അതുകൊണ്ട് ഇയാൾക്ക് എന്ത് ഡിഡക്ഷനായിട്ട് കിട്ടും? 5000 എമൗണ്ട് ഡിഡക്ഷനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എത്രയേ വരുള്ളൂ? 55,000 നിന്ന് ലെസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ എത്ര വരും? 50,000 രൂപ ലാസ്റ്റ് നെറ്റ് സാലറി ആയിട്ട് വരും. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക? 3 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുണ്ട് എന്ന് ഓർക്കുക സാലറിയിൽ നിന്ന്. ആദ്യത്തത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ. ഒന്നും നോക്കണ്ട, ഏത് വ്യക്തിക്കും 50,000-ൽ കൂടുതൽ സാലറി ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്? അതിൽ നിന്ന് 50,000 രൂപ ഡിഡക്ഷനായിട്ട് അലവബിൾ ആണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് പറഞ്ഞു. ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രം അലവബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ് ഏതെന്ന് പറയുന്നത്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് 3 ലിമിറ്റ് ഉണ്ട്. 5000 per annum, 20% ഓഫ് ബേസിക് സാലറി, ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ് വിച്ച് എവർ ഇസ് ലെസ്. ലീസ്റ്റ് ഇതിലേതാണോ ചെറുത് അതാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്? ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നത്. 5000 per annum, 20% of basic salary, actual entertainment allowance received, whichever is less is allowed as a deduction as per entertainment allowance 16 clause 2 അനുസരിച്ച്. And the third deduction, that is professional or employment tax as per section 16 clause 3. പ്രൊഫഷണൽ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ് 16 clause 3 അനുസരിച്ച് മൂന്നാമത്തെ ഡിഡക്ഷൻ. Professional tax or employment tax levied by state government is eligible as a deduction. Okay. പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ് അലവബിൾ ആണ് എന്തിന്? ഡിഡക്ഷന്. പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതാണ് പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ്. ഈ അടച്ച എമൗണ്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറയും ഇയാൾ പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ അടച്ച എമൗണ്ട് ഓഫ് പ്രൊഫഷണൽ ടാക്സ് എന്തായിട്ട് കാണിക്കാം? നമുക്ക് ഡിഡക്ഷനായിട്ട് കാണിക്കാം. എമൗണ്ട് സോ പെയ്ഡ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടാക്സബിൾ സാലറി. എമൗണ്ട് പേ ചെയ്തത് ഡിഡക്റ്റ് ചെയ്യാം. എങ്ങനെ? സാലറിയിൽ നിന്ന് ഡിഡക്ഷനായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കാം 3 ഡിഡക്ഷനാണ് ഗ്രോസ് സാലറിയിൽ നിന്നുള്ളത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ദറ്റ് 16 clause 1 അനുസരിച്ച്, 16 clause 2 അനുസരിച്ച് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, 16 clause 3 അനുസരിച്ച് പ്രൊഫഷണൽ ടാക്സ്. ഓക്കെ, ഈ 3 നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു? ഡിഡക്ഷനായിട്ട് ഒരാൾക്ക് ഗ്രോസ് സാലറിയിൽ നിന്ന് കൊടുക്കുന്നു. ഇത് 3 ഒരാൾക്കുണ്ടെങ്കിൽ 3 നമ്മൾ ഡിഡക്ഷനായിട്ട് കാണിക്കൂ കേട്ടോ. ലാസ്റ്റ് അതിന് ശേഷം വരുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് നെറ്റ് സാലറി. ഓക്കെ, അപ്പോൾ ഗ്രോസ് സാലറിയിൽ നിന്ന് 3 ഡിഡക്ഷനായിട്ട് കൊടുത്ത ശേഷം റിമൈൻസ് വരുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് നെറ്റ് സാലറി. ഓക്കെ, നെക്സ്റ്റ് ഒരു ചെറിയ ടേം മാത്രമാണ് റിലീഫ് സെക്ഷൻ 89 clause 1. Assessee can apply grant of relief under section 89 clause 1 when he received advance salary, arrear salary, gratuity, commutation of pension, encashment of earned leave, retrenchment compensation, profit in lieu of salary, unrecognized provident fund, arrear of family pension. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്നവർക്ക് ഗവൺമെൻറ് 89 clause 1 അനുസരിച്ച് കൊടുക്കുന്ന ഒരു എമൗണ്ടിനെ പറയുന്ന പേരാണ് റിലീഫ്, ആശ്വാസം എന്ന് പറയും കേട്ടോ. 89 clause 1 അനുസരിച്ച്. അരിയർ സാലറി, അതായത് 2 വർഷമൊക്കെ ഇപ്പോൾ സാലറി കിട്ടാതിരുന്ന ഒരാൾക്ക് ഒരുമിച്ച് 2 വർഷത്തെ സാലറി കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ടാക്സ് ഹ്യൂജ് എമൗണ്ട് വരുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് കൊടുക്കും? അവർക്ക് റിലീഫ് കൊടുക്കും. ഓക്കെ, ഒരു ആശ്വാസം, അതല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടേം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ ഒരു വിഷയം ഒരു മാർക്കിനെറ്റ് ചോദിച്ചാലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിയർ സാലറിയോ അഡ്വാൻസ് സാലറിയോ ഗ്രാറ്റുവിറ്റിയോ പെൻഷനോ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവോ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഇതൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് ആവും കേട്ടോ. അതായത് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ആ പെൻഷൻ കിട്ടുമ്പോൾ ആ പെൻഷൻ കിട്ടിയ പൈസ മുഴുവൻ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഗവൺമെൻറ് നമുക്കൊരു ആശ്വാസമായിട്ടൊരു എമൗണ്ട് തരും. അതിനെ പറയുന്ന പേരാണ് റിലീഫ്, ആശ്വാസം. 89 clause 1 അനുസരിച്ച് കേട്ടോ. അപ്പോൾ റിലീഫ് കിട്ടുന്നു ഗവൺമെൻറ്റിൽ നിന്ന്. ഇതുമായിട്ട് റിലേറ്റഡ് അല്ല,
ഡിഡക്ഷനുമായിട്ട് റിലേറ്റഡ് അല്ല, വെറുതെ ഒരു ടേം പറഞ്ഞു എന്ന് മാത്രം, റിലീഫ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ വീഡിയോയിൽ ഞാൻ എന്തുമാത്രമാണ് പറഞ്ഞത് നിങ്ങളോട്, ഡിഡക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമാണ് പറഞ്ഞത്. ഡിഡക്ഷൻ കാണേണ്ടത് 3 എണ്ണമാണ്: സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. പ്രൊഫഷണൽ ടാക്സ് എത്രയാണോ ആക്ച്വലി വന്നിട്ടുള്ളത് അത്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ് കൊടുക്കുന്നത്. 3 ലിമിറ്റ് ഉണ്ട്, അതിലേതാണോ ചെറുത് അത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് നമുക്ക് ഡിഡക്ഷനായിട്ട് കാണിക്കാം. 3 ലിമിറ്റ് എന്ന് പറയുന്നത് 5,000 രൂപ പെർ annum, വർഷത്തിൽ 5,000 രൂപ, അതല്ലെങ്കിൽ 20% സാലറിയുടെ, അതല്ലെങ്കിൽ ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ്, വിച്ച് എവർ ഇസ് ലെസ്. ഇതിലേതാണോ ചെറുത് അതെന്തായിട്ട് കാണിക്കാം? എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ ഡിഡക്ഷനായിട്ട് കാണിക്കാം. സെക്ഷൻ 16 ക്ലോസ് 1 അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 16 ക്ലോസ് 2 അനുസരിച്ച് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, 16 ക്ലോസ് 3 അനുസരിച്ച് പ്രൊഫഷണൽ ടാക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് സാലറി. ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.